KSU മുഖ്യമന്ത്രി പോരിൽ ചേരിതിരിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ. അലോഷ്യസ് സേവ്യറിന് പിന്തുണയുമായി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VM സുധീരനും. VD സതീശന് നേരെ ഒളിയമ്പുകളുമായി നേതാക്കൾ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ KSU മുഖ്യമന്ത്രി പോര് ഇങ്ങനെ ചേരിതിരിഞ്ഞ് കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് അലോഷ്യസ് സേവ്യറിനെ കാണാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇരുവരും ഒരു കോളേജിലെ പൊതുപരിപാടിയിൽ വെച്ച് കാണുന്നു, മുഖാമുഖം കാണുന്നു. പക്ഷേ മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ, അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമന വിഷയവുമായി ഉണ്ടായ വിമർശനങ്ങളാണ്. KSU ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സംഘപരിവാർ നേതാക്കളെ ഈ ഗവൺമെൻറ് തസ്തികയിലേക്ക് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് KSU വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഈ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള KSU നേതാക്കളോട് ഇത്തരത്തിലുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ ഈ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ KSUവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒളിഞ്ഞും തെളിഞ്ഞുമെങ്കിലും ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ഈ KSUവിന് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ KSUയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ, പടുത്തുയർത്തുന്നതിൽ KSUവിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്, അത് വലിയ പോരാട്ട വീര്യമുണ്ട് KSUവിൻ്റെ, അത് കാണാതെ പോകരുതെന്ന്. അത് ഈ VD സതീശന് നേരെയുള്ള ഒരു ഒളിയമ്പാണ്. അതുപോലെ തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി, അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം, KSUവിന് പറയാമെന്ന്. ഈ KSUവിലൂടെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രമേശ് ചെന്നിത്തല. ഇന്ന് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ അലോഷ്യസ് സേവ്യറിനെ ചേർത്ത് നിർത്തിയ അഭിപ്രായങ്ങൾ എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് പറയാമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമാണ്. അതായത് ഈ ചേരി തിരിഞ്ഞ് ഒരു വാക്പോര് നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ. അവന്തി, അത് തന്നെയാണ്. കാരണം ഇന്ന് അതിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റിലേക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ നടന്നിരുന്നു. അവിടെ അലോഷ്യസ് സേവ്യർ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, എത്തിയിരുന്നു. അദ്ദേഹത്തെ അരികോട് ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതാപകാലം VS സുധീരനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും വയലാർ രവി അടക്കമുള്ള നേതാക്കൾ ആ പ്രതാപകാലത്ത് ഉദയം ചെയ്ത നേതാക്കളാണ് എന്നും അവർ ഒരുമയോടെ പ്രവർത്തിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലെത്തിയെന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഭരണ നേതൃത്വത്തിലെത്തിയപ്പോൾ വന്ന വഴി മറക്കാതെ KSUവും യൂത്ത് കോൺഗ്രസും എപ്പോഴെല്ലാം അവരെ അഭിമുഖീകരിക്കേണ്ടി വന്നു അപ്പോഴെല്ലാം അവർ പറയുന്ന ന്യായമായ കാര്യങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളവരാണ് ഈ നേതാക്കളെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് കൂടെ ഉദാഹരിച്ച് പലവിധ ഉദാഹരണങ്ങൾ നിരത്തിയായിരുന്നു VS സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ്റെ പ്രസംഗം. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ആരെയും തലമുറകളുടെ വ്യത്യാസമില്ലാതെ എല്ലാ തലമുറയിലെ നേതാക്കൾക്ക് ഒരുപോലെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഏത് മനുഷ്യനും ഏത് സമയത്തും അടുത്ത് ഇടപഴകുന്നയാൾ, എപ്പോഴും കാണാൻ കഴിയുന്നൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഇത്തരം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടർന്നത്. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് KSU എന്നും ഈ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതാപമുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും ഈ ഭാവിയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ പങ്കുള്ള പോഷക സംഘടനയാണ് എന്ന കാര്യം പറഞ്ഞത്. തുടർന്നാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിൻ്റെ പേരും അലോഷ്യസിൻ്റെ പേര്, KSUവിൻ്റെ അലോഷ്യസിൻ്റെ പേരും പറയുന്നത്. അവിടെ വെച്ചാണ് അലോഷ്യസ് എവിടെയെന്ന് തിരക്കുന്നു. പിന്നിൽ ഭാഗത്തിരുന്ന അലോഷ്യസിനെ അരികിലേക്ക് വിളിച്ച് ചേർത്ത് നിർത്തിയ ശേഷം ധൈര്യമായി അഭിപ്രായങ്ങൾ ഇനിയും തുറന്നു പറയണം. തിരിച്ചടികൾ ഉണ്ടാകാം, താൽക്കാലികമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാം. അത് അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാലും അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ശക്തമായി ധൈര്യത്തോടെ തൻ്റെ അഭിപ്രായങ്ങൾ മുന്നോട്ട് പറയണം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നൊരു പ്രസംഗമായിരുന്നു മുൻ KPCC അധ്യക്ഷനും മുൻപ് KSUവിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടുള്ള VS സുധീരൻ തൻ്റെ നിലപാട് KPCC ആസ്ഥാനത്തിൻ്റെ വളപ്പിൽ വെച്ച് തന്നെ നടത്തിയത്. അപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവിടെ ഉണ്ടായിരുന്നു, വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാർ KSU വഴി ഭാരവാഹിയായിട്ടുള്ള ഷാഫി പറമ്പിലും ഒപ്പം തന്നെ ലിജുവും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു അഭിപ്രായം VS സുധീരൻ നടത്തിയത്. മാത്രമല്ല VS സുധീരൻ പഴയ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രമെല്ലാം ഓർമ്മിപ്പിച്ചത് ആ വേദിയിലിരുന്ന അവർക്ക് വേണ്ടിയല്ല, മറുപടി പറഞ്ഞതെല്ലാം ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന് എതിരെയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടും പരസ്യമായ നിലപാട് സ്വീകരിച്ച ആളാണ് VS സുധീരൻ. അന്ന് പാർട്ടിയുടെ നയം
അവസാനം സർക്കാരല്ല, പാർട്ടിയുടെ നയം അവസാനം സർക്കാരിൻ്റെ നയം അവസാനം നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണ് KPCCയും UDFും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ മറുപടി പറയേണ്ടി വന്നിരുന്നു. അപ്പോൾ അന്നെടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോൾ KSUവിൻ്റെ വിഷയത്തിലും സുധീരൻ VD സതീശന് എതിരാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇന്ദിരാഭവനിൽ വച്ച് നടത്തിയത്. മാത്രമല്ല ഇന്ന് ഇന്ദിരാഭവനിൽ വച്ച് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ അലോഷ്യസ് സേവ്യറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അലോഷ്യസ് സേവ്യർ പറഞ്ഞത് താൻ നേരത്തെ പറഞ്ഞ KSU ഉന്നയിച്ച കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തണം. തങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ്. തീർച്ചയായും തങ്ങളുടെ അഭിപ്രായം മുഖ്യമന്ത്രി കേൾക്കും. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു എന്നതാണ് അലോഷ്യസ് പറഞ്ഞു നിർത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള പ്രശ്നത്തിൽ KSU നേതാക്കൾക്ക് പിന്തുണയായി KC വിഭാഗവും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളും വിഭാഗത്തിൻ്റെയും ഭൂരിപക്ഷ നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കല്ല. VD സതീശൻ എടുത്ത ഈ സർക്കാർ വന്ന 60 ദിവസമാകുമ്പോൾ പാർട്ടിയോട് ആലോചിക്കാതെ പരസ്യമായി എടുക്കുന്ന പല നിലപാടുകൾക്കുമുള്ള പ്രതിഷേധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായി ഈ KSU മുഖ്യമന്ത്രി ചർച്ച മാറുകയാണ്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ മുതിർന്ന നേതാക്കൾ നടത്തുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരിക്കൽ പോലും KSU നേതാക്കളുമായി ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകാതെ വാർത്താ സമ്മേളനത്തിൽ KSUവിനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് KSU യൂത്ത് കോൺഗ്രസ് വഴി വന്ന് ഇന്ന് സംഘടനാ രംഗത്ത് നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ മുതൽ പുതിയ തലമുറ നേതാക്കൾക്ക് വരെ വലിയ തരത്തിൽ നീരസമുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിലപാട് പാടില്ലായിരുന്നു എന്ന നിലപാട് തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് KC വേണുഗോപാൽ KSUവിന് എന്തെങ്കിലും തരത്തിൽ വൈഷമ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കും, സർക്കാർ ചർച്ചകൾ നടത്തും, പക്ഷേ പാർട്ടി ഫോറങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് എന്ന നിലപാട് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും KSUവിനെ പരസ്യമായി തള്ളിപ്പറയാൻ KC വേണുഗോപാലൻ തയ്യാറായിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷ നേതാക്കളുടെയും പിന്തുണ ഇത് KSUവിൽ തട്ടി അവസാനത്തെ തർക്കങ്ങൾ മൂർച്ഛിക്കുന്നു എന്നതേ ഉള്ളൂ. പക്ഷേ ബഡ്ജറ്റ് അവതരണവും ധവളപത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ്, ഒപ്പം തന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണം, തുറമുഖം വികസനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുമെന്ന് പറഞ്ഞത്, അദാനിയുടെ കരാർ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് താൻ അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞത്, പല കാര്യങ്ങളിലും പാർട്ടിയോയും മുന്നണിയുമായും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള നിലപാടിൻ്റെ അവസാനത്തെ പ്രതിഫലനമായി KSU തർക്കം മാറുകയാണ്. സ്വാഭാവികമായും ഇന്ന് തന്നെ പല നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. VS സുധീരൻ്റെ അഭിപ്രായം അങ്ങനെ ഒറ്റപ്പെട്ടൊരു അഭിപ്രായമാകാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിൽ അതിൻ്റെ അനുരണനങ്ങൾ തുടർന്ന് ഉണ്ടാകാനാണ് സാധ്യത. അവന്തിക. അതായത് നൃപൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ മദ്യനയത്തിലും ഈ അദാനി വിഷയത്തിലും ഒക്കെ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഈ VD സതീശനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ KSUവിൻ്റെ കാര്യമെടുക്കുമ്പോൾ ഈ KSU വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അത് ഇനിയും ചെയ്യുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ഇപ്പോഴും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പരസ്യമായ പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്തത്. അതായത് പറഞ്ഞത് ഈ പ്ലീഡർ നിയമന വിഷയത്തിൽ KSUവിന് എന്ത് കാര്യമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. KSUവിന് ഇതിൽ ഇടപെടാൻ എന്ത് കാര്യമെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യം. ഇത് ഇപ്പോൾ ഈ പ്രശ്നം വലിയ രീതിയിലേക്ക് പോകുമ്പോൾ ഈ നേതാക്കളൊക്കെ KSUവിന് സപ്പോർട്ടുമായി മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ VD സതീശന് അനുകൂലമായി വലിയൊരു പക്ഷം തന്നെ ഉണ്ട് എന്നല്ലേ? അവന്തിക, ഇതിനകത്ത് രണ്ട് പക്ഷമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം ഏറ്റവും വ്യക്തമായ കാര്യം, ഇത് KSU മുഖ്യമന്ത്രി തർക്കം മാത്രമായി കോൺഗ്രസ് നേതാക്കൾ അത് എടുക്കുന്നില്ല. കാരണം ഇന്ന് അവസാന അലോഷ്യസ് സേവ്യർ പറഞ്ഞ മറുപടിയിൽ തന്നെ പാർട്ടിയിലെ അവസാനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടയാൾ KPCC അധ്യക്ഷനാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷനെ നേരിട്ട് പരാതി അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന നിലപാട് KSU മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ 2 KPCC ജനറൽ സെക്രട്ടറിമാർ പരസ്യമായി തന്നെ തങ്ങളുടെ അഭിപ്രായം പറയുകയും അടിയന്തരമായി KPCC യോഗം ചേരണമെന്നും ആവശ്യപ്പെട്ടു. UDF യോഗം ചേരണമെന്ന് UDF കൺവീനറും ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നു. പക്ഷേ UDFിൻ്റെ ചെയർമാൻ VD സതീശനായതുകൊണ്ട് തന്നെ അദ്ദേഹം സമയം അനുവദിക്കാത്തതുകൊണ്ട് ചേരാൻ കഴിയുന്നില്ല. പാർട്ടിയുടെയും മുന്നണിയുടെയും നയങ്ങൾ തീരുമാനിക്കാൻ ഫോറങ്ങൾ ചേരുന്നില്ല. ഇക്കാര്യങ്ങളിൽ ഏകപക്ഷീയമായ നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഒരു പ്രകോപനം കൂടിയുണ്ട്. കാരണം VD സതീശൻ ഇക്കാര്യങ്ങളിൽ KSU പോലത്തെ ഒരു സംഘടന എതിരഭിപ്രായം പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പേ വാർത്താ സമ്മേളനത്തിൽ തന്നെ KSUവിനെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല KSU ആരാണ് ഇങ്ങനെ ഇത് തീരുമാനിക്കാവുന്ന തരത്തിലുള്ള പ്രകോപനപരമായ ഒരു ഇൻസൾട്ട് ചെയ്യുന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഈ അലോഷ്യസ് സേവ്യർ എന്ന വ്യക്തിപരമായിട്ടുള്ള
വി.ഡി. സതീശൻ തമ്മിലുള്ള തർക്കമല്ല. KSU എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പോഷക സംഘടനയാണ്. ഈ പറഞ്ഞ നേതാക്കൾ എല്ലാവരും വന്നത് KSUവിലാണ്. അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള ലെഗസി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KSUവിനുണ്ട്. AK ആൻ്റണി മുതൽ ആദർശത്തിൻ്റെ പരിവേഷമായ AK ആൻ്റണി മുതൽ അന്ന് നടത്തിയ സമരങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നിര നേതാക്കളെല്ലാം KSUവിൻ്റെ പാരമ്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയെ ഇൻസൾട്ട് ചെയ്യുന്ന സമീപനത്തിൽ വി.ഡി. സതീശൻ സമീപനം സ്വീകരിക്കുമ്പോഴും അലോഷ്യസ് സേവ്യർ ഇന്നും വലിയ തരത്തിലുള്ള പക്വത കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നും പറഞ്ഞത് പരസ്യമായ നിലപാടല്ല ഇക്കാര്യത്തിൽ പറയേണ്ടത്. തങ്ങൾ നീതി തേടും. തൻ്റെ ഈ കൂടിക്കാഴ്ചയോ തന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കാര്യങ്ങളല്ല അലോഷ്യസ് സേവ്യർ പറയുന്നത്. മറിച്ച് തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ആ കാരണത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഉന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ ഉന്നയിച്ച വിഷയത്തെ ചർച്ച ചെയ്യാതെ മറ്റ് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതെ അത് എയിം ചെയ്യാനുള്ള ഒരു ലക്ഷ്യം കൂടി KSU മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ KSU അത് മുന്നോട്ട് വയ്ക്കുന്നത് ഒറ്റപ്പെട്ട അലോഷ്യസ് സേവ്യറിൻ്റെ മാത്രം ഒരു തീരുമാനമാകില്ല. കാരണം KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാവ്, ഏറ്റവും മുതിർന്ന നേതാവ് AK ആൻ്റണിയെ പോലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ് VS സുധീരൻ. മുൻ KPCC അധ്യക്ഷനാണ്, KSUവിൽ വന്ന ഒരാളാണ്. അദ്ദേഹം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവൻ്റെ നടയിൽ ഇട്ട പന്തലിൽ തന്നെ അവിടെ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ 60 ദിവസത്തിനുള്ളിൽ പരോക്ഷമായി വിമർശിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ വിമർശനവും പ്രസംഗത്തിൽ എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളുടെയും കുന്തമുന മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെയാണ് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം പറഞ്ഞു നിർത്തിയപ്പോൾ അലോഷ്യസിൻ്റെ പേര് മാത്രം ആവർത്തിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് മുഴുവൻ പ്രചോദനവും കൊടുത്തത്. കാരണം നിങ്ങൾക്കൊപ്പം KSUവിനൊപ്പം ഇത്തരം മുഖ്യമന്ത്രിക്ക്